നമസ്കാരം. വിജയം കൈവരിക്കാൻ എല്ലാ സാധ്യതകൾ ഉണ്ടായിരുന്നിട്ടും വിജയം വരെ കാത്തുനിൽക്കാനുള്ള ക്ഷമയില്ലാത്തതിനാൽ പിന്തിരിഞ്ഞ് പരാജിതരുടെ പട്ടികയിൽ പെട്ടുപോയ എത്ര പേര് കാണും? അങ്ങനെ ചെയ്യാതിരിക്കുക. എല്ലാവർക്കും നല്ലൊരു ശനിയാഴ്ച നേരുന്നു. ഏതൊരു ഉദ്യമവും വിജയത്തിലകം അണിയുന്നതിന് ആദ്യ അവസാനം വരെ നമുക്കൊപ്പം നിർത്തേണ്ട ചില നല്ല സുഹൃത്തുക്കളെ പരിചയപ്പെട്ടാലോ? തീർച്ചയായും മനുഷ്യന്റെ ബുദ്ധിയിൽ തന്നെയാണ് എല്ലാ കർമ്മങ്ങളും ഉദിക്കുന്നത്. അത് സൽബുദ്ധിയാകുമ്പോൾ സൽക്കർമ്മങ്ങൾ ആകുന്നു. ദുർബുദ്ധി എപ്പോഴും ദുഷ്കർമ്മങ്ങൾക്ക് ജന്മം നൽകൂ എന്ന് ആർക്കാണ് അറിയാത്തത്? മനുഷ്യന്റെ ബുദ്ധിയും ശക്തിയും ഒത്തുചേരുമ്പോഴല്ലേ കർമ്മം യാഥാർത്ഥ്യമാകുന്നത്. എന്നാൽ 10 തലകളും കൈകളും ഉണ്ടായിരുന്ന രാവണൻ മഹാശക്തിമാനായിരുന്നെങ്കിലും വിജയത്തിലകമണിഞ്ഞ വീരനല്ലായിരുന്നു എന്ന സത്യം ആരും മറന്നു പോകരുത്. അടുത്ത സുഹൃത്തായി നമുക്കൊപ്പം നിർത്തേണ്ടത് യുക്തിചിന്തയാണ്. എന്നുവെച്ചാൽ എല്ലാം നിഷേധിക്കലല്ല, മറിച്ച് നമുക്ക് യോജിക്കാത്തതിനെ ഒഴിവാക്കുക എന്നേ അർത്ഥമുള്ളൂ. അതുകൊണ്ട് തന്നെ യുക്തിവാദവുമായി ഇതിന് യാതൊരു ബന്ധവുമില്ല. അന്ധമായ ഭക്തി അന്ധവിശ്വാസത്തിലേക്കാണ് എത്തിക്കുക എന്നുകൂടി ഓർക്കണം. അതിനാൽ ഞാൻ പാതി ദൈവം പാതി എന്ന ചൊല്ല് വലിയ വേദവാക്യമാക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെയ്യേണ്ടവ ഭംഗിയായി ചെയ്യുക. ബുദ്ധിയിലും ശക്തിയിലും യുക്തിയിലും പിന്നെ ഭക്തിയിലും അധിഷ്ഠിതമായ ഇച്ഛാശക്തിയാണ് നമ്മുടെ ആത്മമിത്രമെന്ന് പ്രത്യേകം ഓർക്കുക. ഇത് നമ്മളെ തീർച്ചയായും വിജയത്തിലെത്തിക്കും. ഇച്ഛാശക്തിയില്ലാതെ പോയവരാണ് വിജയത്തിന് കാത്തുനിൽക്കാതെ പിൻവാങ്ങിപ്പോകുന്നത്. നല്ല നിശ്ചയദാർഢ്യമുള്ള വഴിയിലേക്ക് വേണം വിജയത്തിലെത്താൻ കൊതിക്കുന്നവർ പോകാൻ. വിജയത്തിലെത്താനുള്ള പൊടിക്കൈകൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. എല്ലാവർക്കും നല്ലൊരു ശനിയാഴ്ച നേരുന്നു. ശുഭദിനം.